നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയെ തലക്കടിച്ചു കൊന്ന് ശൗചാലയത്തിൽ കുഴിച്ചിട്ട കേസിൽ പ്രതിയായ ഭർത്താവ് ഇപ്പോഴും കാണാമറയത്ത്. കൃത്യം നടന്ന് 4 വർഷമായിട്ടും അന്വേഷണത്തിന് തുമ്പുണ്ടാക്കാൻ ഇനിയും പോലീസിനായില്ല. നിർധന കുടുംബാംഗം കൊല്ലപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രീയക്കാരോ സാമൂഹിക പ്രവർത്തകരോ മനുഷ്യാവകാശ പ്രവർത്തകരോ ഇതുവരെയും ഇടപെടാത്തതിൽ പ്രതിഷേധം പുകയുന്നുണ്ട്. പുല്ലമ്പാറ മരുതുമൂട് വാലിക്കുന്ന് വീട്ടിൽ 32-കാരിയായ സിനി ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം നാടിനെ നടുക്കിയിരുന്നു. സിനിയുടെ മരണത്തോടെ അനാഥമാക്കപ്പെട്ട 2 മക്കൾ സർക്കാർ സംരക്ഷണയിലാണ്. 2020 മാർച്ച് 3-നാണ് സിനിയുടെ മൃതദേഹം വീടിന് സമീപത്തെ കുഴിയിൽ കണ്ടെത്തിയത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മറവു ചെയ്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിന് ശേഷം ഭർത്താവ് കുട്ടൻ അപ്രത്യക്ഷനായി. ഇയാളാണ് പ്രതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുട്ടനെ കണ്ടെത്തുന്നതിനായി ഫോട്ടോ പുറത്തുവിടുകയും തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. പ്രതിയെ കണ്ടെത്താൻ അന്ന് പ്രത്യേക സംഘം രൂപീകരിച്ച പോലീസ് സംഭവം നടന്ന 2 മാസം കഴിഞ്ഞപ്പോൾ കർണാടകയിൽ മംഗലാപുരത്തെത്തി. അവിടെ ഒരു സിമന്റ് കെട്ട നിർമ്മാണ കമ്പനിയിൽ പ്രതി ജോലി ചെയ്തിരുന്നതായി കണ്ടെത്തി. അവിടെ കുട്ടൻ മറ്റു തൊഴിലാളികളുമായി തല്ലുകൂടുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. പിന്നീട് അന്വേഷണം മുന്നോട്ടു പോയില്ല. കുട്ടൻ പിടിയിലാകുന്നതുവരെ കൊലയാളി ആരെന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സിനി എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണത്തിന് തുമ്പുണ്ടാക്കാൻ കഴിയാത്തത് പ്രതിഷേധാർഹമാണ്. കൊലപാതകം സംബന്ധിച്ച അന്വേഷണം പോലീസ് നിർത്തിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം ഊർജിതപ്പെടുത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. മൃതദേഹം കണ്ടെത്തുന്നതിന് 2 ദിവസം മുമ്പ് കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും മക്കളും സിനിയെ അന്വേഷിച്ചെങ്കിലും ബന്ധുവീട്ടിൽ പോയിരിക്കണമെന്നാണ് കുട്ടൻ മറുപടി പറഞ്ഞത്. ബന്ധുവീട്ടിലും കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വീട് നിർമ്മിക്കുന്ന സ്ഥലത്തെ ശൗചാലയത്തിന്റെ കുഴിയിൽ നിന്ന് സിനിയുടെ ഒരു കൈ ഉയർന്നിരിക്കുന്നത് കണ്ടത്. തുടർന്ന് മണ്ണ് നീക്കം ചെയ്ത് പരിശോധിച്ചപ്പോൾ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സ്ഥിരം വഴക്കാളിയും മദ്യപാനിയുമായിരുന്ന കുട്ടൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. സമീപത്തു നിന്നും ചുറ്റിക കണ്ടെത്തിയിരുന്നു. കുട്ടൻ സംഭവശേഷം കുട്ടികളെ വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. സിനിയുടെ അമ്മയുടെ കൂടെയായിരുന്നു മക്കളായ അനന്തവും അരവിന്ദും കഴിഞ്ഞിരുന്നത്. സിനിയെ കൊല്ലാൻ ശ്രമിച്ചതിന് കുട്ടൻ നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. 2004-ൽ സിനിയുടെ കാൽ വെട്ടി പരിക്കേൽപ്പിച്ചതിന് 7 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ ശേഷം ഇവർ വീണ്ടും ഒരുമിച്ച് താമസിക്കുകയും കലഹം പതിവായിരുന്നുവെന്നുമാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. സംഭവ ദിവസം അമ്മയെ അച്ഛൻ മർദ്ദിക്കുന്നത് കണ്ടെന്ന് മക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു. രാത്രി ശൗചാലയത്തിലെടുത്ത കുഴി മൂടുന്നത് കണ്ട മക്കൾ അവിടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ വാഴ നടുകയാണെന്ന് പറഞ്ഞ് വിരട്ടി ഓടിക്കുകയായിരുന്നു. വീട്ടുചിലവ് പോലും കൊടുക്കാത്ത ഇയാൾ മക്കളെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നു. സിനി വിറക് ശേഖരിച്ച് വിറ്റാണ് കുടുംബം പുലർത്തിയിരുന്നത്. സംഭവത്തിന് 3 വർഷം മുമ്പ് മാതാപിതാക്കളുടെ വഴക്കിനിടെ മകനായ അനന്തുവിന്റെ ചെവിയിൽ കല്ലുവെച്ച് ഇടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അനന്തുവിന്റെ കേൾവിശക്തി നഷ്ടമായത്. അയൽക്കാരോടും ക്രൂരമായാണ് കുട്ടൻ പെരുമാറിയിരുന്നത്. തർക്കത്തിനിടെ അയൽവാസി കുട്ടന്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.